നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ആവേശത്തിന്റെ കൊടിയേറ്റ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദ്രൗപദി ദിന രഥഘോഷയാത്രയും സമർപ്പണ ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമായി. വിവാഹ വിരുന്നിന് ലഹരി വിളമ്പില്ലെന്ന പ്രതിജ്ഞയുമായി നവദമ്പതികൾ. ലഹരി ഒഴിവാക്കിയ വധൂവരന്മാർക്ക് മംഗളാശംസയുമായി എക്സൈസ് ഉദ്യോഗസ്ഥരും. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ആവേശത്തിന്റെ കൊടിയേറ്റ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. പൂരത്തിന്റെ വരവറിയിച്ച പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. തിങ്കളാഴ്ച രാവിലെ 11-നും 11:30-നും മധ്യയാണ് കൊടിയേറ്റ് നടന്നത്. വലിയ പാണിക്ക് ശേഷം ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തട്ടകക്കാരും ദേശക്കാരും ചേർന്ന് കൊടിയേറ്റ് നടത്തി. നൂറുകണക്കിന് ഭക്തർക്കൊപ്പം പൂരപ്രേമികളും കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. കൊടിയേറ്റിന് ശേഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ മണികണ്ഠനാൽ, നായ്ക്കനാൽ, നടുവിലാൽ എന്നിവിടങ്ങൾക്ക് പുറമെ പാറമേക്കാവിലെ പാലമരത്തിലും ദേശക്കാർ കൊടിനാട്ടി. കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പുക്കാവ് കാർത്തിയായനി ക്ഷേത്രം, വനമുക്കുംപിള്ളി ശാസ്താക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്തിയായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ ഘടകക്ഷേത്രങ്ങളിൽ വിവിധ സമയങ്ങളിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. ഈ മാസം 26-ന് ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആനച്ചമയ പ്രദർശനത്തിന് 24-ന് വെള്ളിയാഴ്ച തുടക്കമാകും. 25-ന് ശനിയാഴ്ച നെയ്തലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി തെക്കേ ഗോപുരനടയിലൂടെ പുറത്തിറങ്ങുന്നതാണ് പൂരം വിളംബര ചടങ്ങ്. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദ്രൗപദി ദിന രഥഘോഷയാത്രയും സമർപ്പണ ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമായി. ദ്വാപരയുഗത്തിൽ ദ്രൗപദിക്ക് നെടുമംഗല്യത്തിനും ഭർത്തൃവിജയത്തിനും പാണ്ഡവഗിരി ദേവി വരം നൽകിയ ദിനമായിരുന്നു വൈശാഖമാസത്തിലെ കാർത്തിക. അന്ന് ദേവിക്ക് പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും അഷ്ടലക്ഷ്മി താമ്പൂലവും സമർപ്പിക്കാൻ നിരവധി ഭക്തരെത്തി. സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് അനുഗ്രഹിച്ചതോടെ പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും എഴുന്നള്ളിച്ചുള്ള ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമായി പാണ്ഡവഗിരി രഥഘോഷയാത്രയ്ക്ക് തുടക്കമായി. ഭക്തരായ സ്ത്രീകൾ വലിച്ച പാണ്ഡവഗിരി രഥഘോഷയാത്ര ഞായറാഴ്ച രാവിലെ 8-ന് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്നാണ് ആരംഭിച്ചത്. നാമസങ്കീർത്തനവും നാഗസ്വരവും പാണ്ഡവഗിരി രഥഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. പ്രദക്ഷിണത്തിനു ശേഷം രഥഘോഷയാത്ര രാവിലെ 10 മണിക്ക് ക്ഷേത്രത്തിൽ സമാപിച്ചു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച വർഷത്തിലൊരിക്കൽ മാത്രമുള്ള സമൂഹ ഉദയാസ്തമന പൂജ ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തർക്ക് അമൃതഭോജനം വിതരണം ചെയ്തു. വൈകിട്ട് 6 മണിക്ക് തിരുവാതിരക്കളി, കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. സുമംഗലികൾ, കന്യകമാരും ദ്രൗപദി ദിന രഥഘോഷയാത്രയിലും സമർപ്പണ ചടങ്ങുകളിലും പങ്കെടുത്തു. വിവാഹ വിരുന്നിന് ലഹരി വിളമ്പില്ലെന്ന പ്രതിജ്ഞയുമായി നവദമ്പതികൾ. ലഹരി ഒഴിവാക്കിയ വധൂവരന്മാർക്ക് മംഗളാശംസയുമായി എക്സൈസ് ഉദ്യോഗസ്ഥരും. ചേർപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹവേദിയാണ് ലഹരിക്കെതിരെ നവവധൂവരന്മാർ നടത്തിയ പോരാട്ടത്തിന് മാതൃകയായത്. ചേർപ്പ് സ്വദേശി അഞ്ചേരി വീട്ടിൽ ശ്രീകുമാർ, രാജലക്ഷ്മി ദമ്പതികളുടെ മകൻ ശ്രീരാഗായിരുന്നു നവവരൻ. എറണാകുളം സ്വദേശി പണ്ടാരാംകുളാട് വീട്ടിൽ റെജി, വനജ ദമ്പതികളുടെ മകൾ അശ്വതി നവവധുവും. തങ്ങളുടെ വിവാഹത്തിന് ലഹരി വിളമ്പില്ലെന്ന തീരുമാനത്തിലായിരുന്നു വധൂവരന്മാർ. ഇക്കാര്യം ബോധവൽക്കരിച്ചുള്ള ബാനർ വിവാഹവേദിയായ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. വിവാഹാശംസ നേരാനെത്തിയവർക്ക് നവദമ്പതികൾ സമ്മാനിച്ചത് ലഹരിവിരുദ്ധ സന്ദേശ കാർഡുകൾ. വിവാഹവേദിയിൽ വെച്ച് ഇരുവരും ചേർന്ന ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ഇതിനിടെ നവദമ്പതികൾക്ക് മംഗളാശംസ നേർന്ന എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറും വിമുക്തി മിഷൻ ജില്ലാ മാനേജറുമായ വിനീത് രവിയും മറ്റു ഉദ്യോഗസ്ഥരും വിവാഹവേദിയിലെത്തി. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി.
കല്യാണത്തോടനുബന്ധിച്ച് ലഹരി വിളമ്പില്ല എന്ന ഈ കുടുംബത്തിൻ്റെ ഒരു ദൃഢനിശ്ചയത്തോടുള്ള ഈ തീരുമാനം എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അനുമോദിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ തീരുമാനമെടുത്ത ശ്രീരാഗനും അശ്വതിക്കും കുടുംബാംഗങ്ങൾക്കും എക്സൈസ് വകുപ്പിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. തുടർന്നും ഇത്തരം ദൃഢനിശ്ചയത്തോടുള്ള തീരുമാനങ്ങളോടുകൂടി കുടുംബജീവിതം വളരെ മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്ന് സംഗീതമാണ് ലഹരി എന്ന സന്ദേശത്തോടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഗാനവിരുന്നും അരങ്ങേറി. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സി ബിനോജ, ടി കെ കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർ മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർ സി എ വൈഷ്ണവ് എന്നിവർ ഗാനവിരുന്നിന് നേതൃത്വം നൽകി. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ വാരമിരിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി. വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ദീപാരാധനയ്ക്കു ശേഷം വാരമിരിക്കൽ ചടങ്ങ് നടന്നു. വേദപണ്ഡിതരായ വടക്കുംപാട്ട പശുപതി നമ്പൂതിരി, വടക്കുംപാട്ട ശിവാനന്ദൻ നമ്പൂതിരി, ഒരവങ്കര ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് മുഖ്യ കാർമ്മികരായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ വെച്ച് നമസ്കാരം നടത്തി. മേൽശാന്തിമാരായ അരിത്തോട്ടം പ്രസാദ് നമ്പൂതിരി, കാടമറുക് ഹരിപ്രസാദ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ദേവസ്വം ഓഫീസർ എം സുധീർ, ഉപദേശക സമിതി പ്രസിഡന്റ് വി ജി ഉഷ, വൈസ് പ്രസിഡന്റ് എം ആർ രാജേഷ്, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വാരം ഊട്ടോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണത്തിലൂടെ നീതി നടപ്പിലാക്കണമെന്ന് KPMS സംസ്ഥാന ട്രഷറർ CA ശിവൻ. KPMS തൃശൂർ യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിയാക്ഷേപവും വർണ്ണവിവേചനവും കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇതിൽ ലജ്ജിക്കേണ്ടത് പുരോഗമനം പ്രസംഗിക്കുന്നവരാണ്. പുറകോട്ട് നടക്കുന്ന കേരളത്തിൽ ഉയർന്നുവരുന്ന അധസ്ഥിതരുടെ പോരാട്ടങ്ങൾക്ക് KPMS നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി TM സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും പ്രീതി ബിജുകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PK രാധാകൃഷ്ണൻ, KS വിമൽ, ശോഭ ചിറപാടത്ത്, KT ചന്ദ്രൻ, MN പ്രകാശൻ, അംബിക ഷാജൻ, SV മണി എന്നിവർ സംസാരിച്ചു. തൃശൂർ യൂണിയന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി TM സുബ്രഹ്മണ്യൻ, ട്രഷറർ ജഗദംബിക ഷാജൻ എന്നിവർ ഉൾപ്പെട്ട 15-അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കോർപ്പറേറ്റ് നിയന്ത്രണ ഭരണകൂടമായി മോദി സർക്കാർ അധപതിച്ചെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MH മുഹമ്മദ്. യൂണിയൻ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് FITU തൃശൂർ ജില്ലാ കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും നടത്തിയത്. നിയമങ്ങളെല്ലാം കോർപ്പറേറ്റുകൾക്ക് മാത്രമായി മാറിയിരിക്കുകയാണ്. ലേബർ കോഡുകളും തൊഴിലുറപ്പ് ഭേദഗതിയും India-US വ്യാപാര കരാറുമെല്ലാം അതിനുദാഹരണങ്ങളാണെന്നും MH മുഹമ്മദ് പറഞ്ഞു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷനായി. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KA സുമൈറ മുഖ്യപ്രഭാഷണം നടത്തി. RNTU ജില്ലാ പ്രസിഡന്റ് PJ മോൻസി, STTU ജില്ലാ വൈസ് പ്രസിഡന്റ് മജീദ് പുത്തൻചിറ, KAVP സംസ്ഥാന കൺവീനർ TK മുകുന്ദൻ, FITU ജില്ലാ ജനറൽ സെക്രട്ടറി KF മെഹറുനീസ, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട്, വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൽ അസീസ്, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി CM അബ്ദുൽ അസീസ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട്, BCLU ജില്ലാ പ്രസിഡന്റ് അനീസ് പെരുവിലാവ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ആസിയ മജീദ്, ഷമീറ നാസർ, ഷാജഹാൻ എളനാട്, സുരേഷ് നോങ്ങല്ലൂർ, മുഹമ്മദ് അലി കോയാസ്, റസാഖ് കൊച്ചനൂർ, അഷ്റഫ് കാട്ടൂർ, സാജിദ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള ഹുസൈനാണ് മരിച്ചത്. ദേശീയപാത കയ്പമംഗലം 12 ഞായറാഴ്ച വൈകിട്ട് 3:45 അപകടം. ദേശീയപാത മറികടക്കുന്നതിനിടെ ഹുസൈൻ സഞ്ചരിച്ച ബൈക്ക് തെക്ക് ഭാഗത്തു നിന്ന് വന്ന കാറിലിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഹുസൈനെ ഉടൻ തന്നെ മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ആവേശത്തിന്റെ കൊടിയേറ്റ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദ്രൗപദി ദിന രഥഘോഷയാത്രയും സമർപ്പണ ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമായി. വിവാഹ വിരുന്നിന് ലഹരി വിളമ്പില്ലെന്ന പ്രതിജ്ഞയുമായി നവദമ്പതികൾ. ലഹരി ഒഴിവാക്കിയ വധൂവരന്മാർക്ക് മംഗളാശംസയുമായി എക്സൈസ് ഉദ്യോഗസ്ഥരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.